വി നീഡ് ടു തിങ്സ്. രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ടും വരണം. ആൻഡ് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. ആൻഡ് അബ്സല്യൂട്ട്ലി ഞാൻ പറഞ്ഞുതരാം, ഈ രണ്ട് കാര്യത്തിൽ ബുദ്ധി അല്ലെങ്കിൽ ബുദ്ധിശക്തി, ഓർമ്മശക്തി അങ്ങനത്തെ സാധനം ഇല്ല. അതല്ല നിങ്ങൾ +2 നല്ല മാർക്ക് കിട്ടിയത്, നിങ്ങൾ 6 മാസം വരെ റിപ്പീറ്റ് ചെയ്തത്, അങ്ങനത്തെ കുറച്ചുള്ള ടോപ്പിക് ഒക്കെയാണ് നിങ്ങൾക്ക് തോന്നുക. ഇതുവരെയുള്ള റാങ്ക്, ഇതുവരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ എക്സാം എഴുതിയ സമയത്ത് ഇതുവരെ നമുക്ക് കിട്ടിയ റാങ്ക്, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കായിട്ട് തോന്നുമെങ്കിലും ഇതൊന്നുമല്ല. നമുക്ക് ഇത് നമ്മളതിൽ പഠിച്ച കുട്ടികൾ പലരും കാണാം ലാസ്റ്റിലേക്ക് ആവശ്യമില്ലാത്ത ചില പാനിക്കിലേക്കൊക്കെ വെറുതെ പോകുന്നത് കാണാം. അപ്പൊ അതൊന്നും അല്ല ഇവിടെ ആവശ്യമുള്ളത്. നമുക്ക് ആവശ്യമുള്ള ലാസ്റ്റ് റൗണ്ട്, ഈ ലാസ്റ്റ് റൗണ്ടിലേക്ക് ഈ പോയിന്റിലേക്ക് കിടക്കുന്നതിന് മുന്നേ പറയട്ടെ, ലാസ്റ്റ് റൗണ്ട് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആയി പോവുക എന്നുള്ളതാണ്. നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര കാലം വർക്ക് ചെയ്തത്. അതിനല്ലേ ലാസ്റ്റ് 10 days 7 days പെർഫെക്റ്റ്ലി നിങ്ങൾ വളരെ കൊണ്ടുപോകുന്നതാണ്. അപ്പം നമ്മൾ ലാസ്റ്റ് 2 മൈൽ പോയിന്റ് ചെക്ക് പോയിന്റ് ഉണ്ട്. അതിലൊരു ചെക്ക് പോയിന്റ് നമ്മൾ പാസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ലാസ്റ്റ് 28 days അല്ലെങ്കിൽ 30 days റിവിഷൻ. അത് കഴിഞ്ഞ് ലാസ്റ്റ് 7 days നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെ കീപ്പ് ചെയ്യണം, നമ്മൾ തോട്ട്സ് എങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ ഈ ഒരു കാര്യത്തിന് ഈ സമയത്ത് നമുക്ക് വേണ്ട 2 കാര്യങ്ങളാണ് ഡോക്ടർ ആഷിഖ് ഇവിടെ പറഞ്ഞിരുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇതുവരെ ഇപ്പം എത്ര മാർക്ക് കിട്ടും? ഞാൻ ആ പറഞ്ഞ കമന്റിന്റെ ആൾ വന്നിട്ടുണ്ട്, 232 620 എത്തുമെന്ന് ചോദിച്ചുള്ള ആൾ വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി പറയാണ്, നിങ്ങളൊരു 3 months ബാക്ക് എങ്കിലും തുടങ്ങിയ ആളാണെങ്കിൽ ഞാൻ പറയാണ്, ഈ 2 കാര്യം മനസ്സിൽ വെക്കുക. ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുക. പോയിന്റ് നമ്പർ 1, ഒന്നാമത്തെ പോയിന്റ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒന്നാമത്തെ പോയിന്റ് അല്ലെങ്കിൽ ഈ സമയത്ത് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം, ദാറ്റ് ഈസ് സ്പീഡ്. നല്ല സ്പീഡ് വേണം. അതായത് നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ, നമ്മൾ ചില ഹോട്ടലിലൊക്കെ ചില സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹോട്ടലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, സിനിമയിലൊക്കെ ഇരുന്നിട്ട് ഈ അരി ആട്ടുന്നത് കണ്ടിട്ടുണ്ടോ? അരി ആട്ടുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതിങ്ങനെ ഇട്ട് ഉരലിട്ടിട്ട് നമ്മളിങ്ങനെ, ഉരലല്ലോ എന്താ പറയാ, ആട്ടിയിട്ടിട്ട് ഇങ്ങനെ ആട്ടി സ്പീഡിൽ ചെയ്യാൻ പറ്റും. ചില ആൾക്കാർ വളരെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ആട്ടി വെച്ച് പാട്ട് കേട്ട് ഒന്നുകൂടെ ആട്ടി വെച്ച് അതുപോലെ ഓരോ ടോപ്പിക്കിന് ഇരുന്നിട്ട് ഇങ്ങനെ ആക്കി അരച്ച് പൊടിച്ച് കുഴച്ച് എടുത്ത് തിന്ന് അങ്ങനെ പോകാൻ പറ്റിയൊരു സമയം അല്ല എന്നുള്ള നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കും, അത്ര സ്പീഡിൽ പഠിച്ചാൽ എനിക്ക് എന്തെങ്കിലും മനസ്സിലാവോ, വേറെ എന്തെങ്കിലും സാധനം ഉണ്ടോ, ഞാനത് പഠിച്ചിട്ട് വലിയ കാര്യം ഉണ്ടോ എന്നുള്ള ആരെയൊക്കെ നോക്കും. മനസ്സിലാക്കുക, നമുക്ക് ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്കിപ്പോൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എല്ലാ സാധനങ്ങളും റിവൈസ് ചെയ്ത് തീരുക എന്നുള്ളതാണ്. നമ്മളിവിടെ ഡോക്ടർ നിയാസ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എക്സാമിൻ്റെ ലാസ്റ്റ് വീക്കിലെ പ്രിപ്പറേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ ലാസ്റ്റ് വീക്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 rounds എങ്കിലും 2 rounds എങ്കിലും നമുക്ക് ലാസ്റ്റിലത്തെ ഒരാഴ്ചയിൽ 96 ചാപ്റ്ററും ഫുൾ ടോപ്പിക് റിവൈസ് ചെയ്യാൻ പറ്റണം. ഞാൻ ഐഡിയലി സജസ്റ്റിംഗ് 3 or more, 3 അല്ലെങ്കിൽ അതിന്റെ മേളിലേക്കാണ് പറയാം, മിനിമം 2 പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് വരുന്ന ഡൗട്ടാണ്, ഈ സ്പീഡിൽ എങ്ങനെ പോകുന്നുള്ളത്? ഈ സ്പീഡ് ആക്ച്വലി പോസിബിൾ ആണോ? വെറുതും തള്ളലല്ലേ ഇത്? നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള സ്പീഡാണോ? ഈ സ്പീഡിൽ എങ്ങനെ പോകാന്ന്? അപ്പോൾ നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഈ സ്പീഡിൽ എങ്ങനെയാണ് റിവൈസ് ചെയ്യാന്നുള്ളത്. ഇതൊരു മറ്റേ ചിട്ടി റോബോട്ടിലെ ചിട്ടി വായിക്കുന്നത് പോലെ സ്കാൻ ചെയ്തെടുത്ത് വായിക്കുന്ന സ്പീഡല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ വെറുതെ സ്പീഡിൽ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ മറിച്ച് വിട്ടിട്ടും കാര്യമില്ല. അത് 2 കാര്യമില്ല, ഇതിന് 2 നടുവിൽ പിടിക്കുന്ന ഈ സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനൊരു പ്രത്യേക ആക്ട് ഉണ്ട്. ആ ആക്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇന്ന് ഡെമോൺസ്ട്രേറ്റ് കാണിക്കും. അതിന്റെ കൂടെ നമുക്ക് രണ്ടാമത് വേണ്ട ഒരു കാര്യമുണ്ട്. രണ്ടാമത് ഭയങ്കരമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. ഭയങ്കര സിമ്പിൾ സാധനമാണ് അല്ലേ? ഉണ്ടോ? എല്ലാവർക്കും ഉള്ള സാധനമാണെന്ന് വിചാരിക്കേണ്ടത് ധൈര്യമാണ് രണ്ടാമത്തെ കാര്യം. നല്ല കറേജിൽ വേണം പോകാൻ. ഈ സാധനം നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട്, ഇത് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഇതുവരെ ടോപ്പായി നിന്ന ആൾക്കാരെയും അതുപോലെ ഏറ്റവും ലാസ്റ്റിൽ നിൽക്കുന്ന ആൾക്കാരെയും നടുവിൽ നിൽക്കുന്ന ആൾക്കാരെയും എല്ലാവരും ഉദ്ദേശിച്ചിട്ട് പറയുന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ ഇതിപ്പോൾ എൻ്റെ 10ാമത്തെ വർഷമാണ് നീറ്റിൻ്റെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. 10th year ആണ്. നിയാസ്ക നീറ്റ് PGയുടെ സൈഡിൽ ഒരു 7-8 വർഷമായിട്ട് നിയാസ്ക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ടോപ്പറായി നിൽക്കുന്ന ആൾക്കാർ ഇതുവരെ എനിക്ക് ടോപ്പ് റാങ്ക് കിട്ടി, ഇനി എനിക്ക് ടോപ്പ് റാങ്ക് കിട്ടും എന്നുള്ളതാണ് അവരുടെ പേടി. പിന്നെന്താ പറയുക, ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ ഇതുവരെ എനിക്ക് റാങ്ക് കുറവാണ്, ഇനി എനിക്ക് ടോപ്പ് റാങ്ക് കിട്ടും എന്നുള്ളതാണ്. നടുവിൽ നിൽക്കുന്ന ആൾ എനിക്ക് പൊങ്ങാൻ പറ്റുമോ അല്ലോ ഞാൻ താഴേക്ക് ഇറങ്ങി പോവോ എന്നുള്ളതാണ് അവരുടെ പേടി. ഡെഫിനറ്റ്ലി ഇറസ്പെക്റ്റീവ് ഓഫ് ഉള്ള എല്ലാ കുട്ടികൾക്കും ഏത് പഠിച്ച് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് പേടി ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കുറയാന്നുള്ളത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് മാറ്റി വെച്ച് നമ്മളൊരു കറേജിലേക്ക് മുന്നോട്ട് ഇറങ്ങുക. നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ ഒരു പേടിയോടുകൂടി മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. ബൈ ടൈംസ് പല സമയത്ത് നമുക്ക് പേടി ഉണ്ടാവാം. നമുക്ക് ചിലപ്പോൾ രാവിലെ നീറ്റ സമയത്ത് കുറച്ച് നേരം നമ്മൾ പാനിക് ആവാം. സ്റ്റിൽ നമ്മൾ ധൈര്യം രണ്ടാമത് സംഭരിച്ച് നമ്മൾ നന്നായിട്ട് ഹാർഡായിട്ട് മുന്നോട്ട് പുഷ് ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഈ സ്പീഡ് എന്നുള്ള ലാസ്റ്റ് റൗണ്ടിൽ നമുക്ക് വേണ്ട കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, നല്ല സ്പീഡ് വേണം. ആ സ്പീഡ് നല്ലത് എന്നാണ് ഉദ്ദേശിച്ചത്, ഓവർ സ്പീഡ് അല്ല, അണ്ടർ സ്പീഡ് അല്ല, എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നില്ല. ആ സ്പീഡിൽ എന്താണ് ചെയ്യുന്നതെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയും. രണ്ടാമത്തെ കാര്യം ധൈര്യം പറഞ്ഞു. ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറേജ്, ഒരു പേടിയില്ലാത്ത ടെൻഷൻ ഇല്ലാതെ കൂളായിട്ട് ഇരിക്കുക എന്നല്ല, അതിനൊരു മെന്റൽ സ്റ്റാറ്റസ് ഉണ്ട്. അതും വ്യക്തമായിട്ട് നമുക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന
പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ധൈര്യം എന്ന് പറഞ്ഞാൽ പേടി ഇല്ലായ്ക. എനിക്ക് പേടി ഉണ്ടാവരുത്, പേടി ഇല്ലാത്ത ആളാണ് ധൈര്യശാലി എന്നുള്ളതല്ല. എല്ലാവർക്കും പേടി ഉണ്ടാവും. സീരിയസ് ആയിട്ടൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ത്രെട്ടുകളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ബോഡി ഇവോൾവ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ് ഡെഫിനറ്റ്ലി. സോ അപ്പോൾ ആ ഒരു പേടി വരുമ്പോൾ നമ്മളൊരു എക്സ്ട്രാ കെയർഫുൾ ആവാന്നുള്ള കാര്യമാണ്. അപ്പോൾ ഒരു മനുഷ്യനാണെങ്കിൽ ഒരു 99.9% മനുഷ്യന്മാർക്കും പേടി ഉണ്ടാവും സീരിയസ് ആയിട്ടുള്ള കാര്യത്തിലും. ആ പേടിനെ നമ്മൾ നേരിടാൻ വേണ്ടി തയ്യാറാവും. ആ പേടി ഒരു പേടിയില്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധത്തിൽ പോയി ചാടും. ഉറപ്പായിട്ടും അബദ്ധത്തിൽ പോയി ചാടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ പേടി നിങ്ങൾക്ക് ഉണ്ടാവും, പക്ഷെ ആ പേടിനെ നേരിടാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ എന്താ പറയുക ധൈര്യം എന്ന് പറയുക. അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ എന്താ പറയുക അമ്മൂമ്മ ഒരു കഥ പറഞ്ഞു തരുമായിരുന്നു. അത് എല്ലാവരും കേട്ടിട്ടുള്ള കഥയായിരിക്കും. ഒരു കാടിന്റെ നടുവിലൂടെ ട്രാവൽ ചെയ്ത് പോണ ഒരു കുഞ്ഞു കുട്ടി, ആ കുട്ടീനെ ഒരു രാക്ഷസനെ ഓടിച്ചിട്ട് പിടിക്കും. രാക്ഷസൻ പിടിച്ചിട്ട് പറയും ഇന്ന് ഞാൻ നിന്നെ തിന്നാൻ വേണ്ടി പോവാണെന്ന് പറയും. അപ്പോൾ ആ കുട്ടി ആകെ നെർവസ് ആവും. കുട്ടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. പക്ഷേ രാക്ഷസൻ മുറുക്കി പിടിച്ചു വെച്ചിട്ട് ആ കുട്ടീനെ തിന്നാൻ വേണ്ടിയിട്ട് വായിന്റെ അടുത്തേക്ക് അടുപ്പിക്കും. അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവും എൻ്റെ അവസാനം ഏതാണ്ടായി എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ കുട്ടി ഇങ്ങനെ നോക്കി പോക്കറ്റിൽ ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ കുട്ടീൻ്റെ കയ്യിൽ ചെറിയൊരു കല്ല് പെൻസിൽ കിട്ടും, ചെറിയൊരു പെൻസിൽ കിട്ടുക ചെയ്യാം. ആ കിട്ടുന്ന സമയത്ത് നോക്കുമ്പോൾ രാക്ഷസൻ കറക്റ്റ് വായിന്റെ അടുത്തോട്ട് പോകുമ്പോൾ ആ കല്ല് പെൻസിൽ എടുത്തിട്ട്, ആ ചെറിയ പെൻസിൽ എടുത്തിട്ട് രാക്ഷസന്റെ കണ്ണിലൊരു കുത്തു കൊടുത്ത് ആ ഒരു സമയം കൊണ്ട് കുട്ടി അവിടെ നിന്ന് രാക്ഷസൻ കൈവിട്ട് കുതിര ഓടി രക്ഷപ്പെട്ടു പോയ ഒരു കഥ പറയാം. അതായത് ഈ രാക്ഷസൻ വിഴുങ്ങിന്ന് തോന്നണ വരെ ആ ഒരു സമയത്തും നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസും നമ്മളതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ടും ഡെഫിനറ്റ്ലി വേണം. നീറ്റ് ഒരു രാക്ഷസനാണെന്നൊന്നും അല്ല പറഞ്ഞത്. ഈ ഒരു 2 സ്റ്റെപ്പ് പറയുമ്പോൾ ഡോക്ടർ ആഷിഖ് പറഞ്ഞത്, ഞങ്ങൾ ഇത് എഴുതാൻ വേണ്ടി സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡോക്ടർ ആഷിഖ് പറഞ്ഞ ഒരു ആവശ്യമുണ്ട്. ഇത് ഡോക്ടർ ആകാൻ പോകുന്ന സ്റ്റുഡൻസിന് ഉണ്ടാവുന്ന ഒരു ധൈര്യമാണ്. ശരിക്കും ഒരു പേഷ്യൻ്റ് മുന്നിൽ വരുമ്പോൾ അത് പല രൂപത്തിൽ നമ്മളെ പേഷ്യൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാം. നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന പേഷ്യൻ്റ് പെട്ടെന്ന് കുഴഞ്ഞു പോവുക. അപ്പോൾ നമ്മൾ ആ കാരണം എന്താണ് കണ്ടെത്താൻ, നമ്മൾക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വളരെ കൂളായിട്ട് ആ ഡോക്ടർ ആ കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന കാര്യമാണ്. പിന്നെ അതിപ്പോൾ നിയാസ്ക പറഞ്ഞല്ലോ, നിയാസ്കയുടെ സ്പെഷ്യാലിറ്റി എമർജൻസി മെഡിസിൻ. പക്ഷെ എന്നാലും പെട്ടെന്ന് ഒരു പേഷ്യൻ്റ് കുഴഞ്ഞു വീണോന്ന് വിചാരിച്ചോ, പെട്ടെന്ന് വന്ന് എടുത്തുകൊണ്ട് വന്നു, അയാൾ ബോധം കെട്ട് വീണ് കഴിഞ്ഞാൽ കാരണം കണ്ടെത്താനോ ഡീറ്റെയിൽ ആയിട്ട് എവാലുവേറ്റ് ചെയ്യാനോ നമ്മൾ ആരെങ്കിലും പോകും? ഇല്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വളരെ റാപ്പിഡായിട്ട് ആക്ട് ചെയ്യുക, അയാളുടെ ജീവിതം പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അത് ഹാർട്ട് നിന്നുകൊണ്ട് പിടിച്ചു നിർത്തുക എന്നുള്ള കാര്യമാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യണം. ബേസിക് അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ആ സമയത്ത് നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ട് എന്നുള്ള ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്പിലൂടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ലാസ്റ്റിലേക്ക് നിങ്ങൾ ഭയങ്കര പാനിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ആകുമ്പോൾ ചില ചാപ്റ്റർ നമുക്ക് നല്ല രൂപത്തിലാവും, അതിനെ ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ചില ചാപ്റ്റർ ചിലപ്പോൾ ഡെഡ് ആവും, എമർജൻസി ആയിരിക്കും. ആ ഒരു ചാപ്റ്ററിന് വെറുതെ തട്ടി എണീപ്പിക്കാനോ ചെറിയ CPR കൊടുക്കാനോ ഒക്കെ നമുക്ക് പറ്റുള്ളൂ ചില ചാപ്റ്റർ. ആ ഒരു സമയത്ത് നമ്മൾ ഒട്ടും പാനിക് ആവാതെ ഒട്ടും ഇതില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം പറഞ്ഞുതരാം. പാനിക് അല്ലെങ്കിൽ പേടി എന്ന് പറയുന്നത് നോർമലാണ്. നീറ്റ് അടുക്കുന്നതോറും ഇപ്പൊ നിങ്ങൾക്ക് പാനിക് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നീറ്റ് അടുക്കുന്നതോറും ഇത് 2 ഇരട്ടി 3 ഇരട്ടി 4 ഇരട്ടി ഒന്നും അല്ല, ചിലപ്പോൾ 10 ഇരട്ടിയോ 15 ഇരട്ടിയോ വരെ പാനിക് അല്ലെങ്കിൽ പേടി അല്ലെങ്കിൽ ടെൻഷൻ കൂടി സാധ്യതയുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു സാധനമുണ്ട്, കോൺഫിഡൻസ്. ഒരിക്കലും കോൺഫിഡൻസ് നോർമലായിട്ട് ഉണ്ടാവാത്തതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കാറുള്ള പേരാണ് ഒരു സ്യൂഡോ കോൺഫിഡൻസ്. അതായത് ഈ സ്യൂഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാർക്ക് ലോ ഉള്ള ആളുകൾ കീപ്പ് ചെയ്യേണ്ട ഒരു കോൺഫിഡൻസ് ആണെന്ന് തെറ്റിദ്ധാരണ വേണ്ട. ടോപ്പേഴ്സ് വരെ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു കോൺഫിഡൻസ് ആണ് ഈ സ്യൂഡോ കോൺഫിഡൻസ് എന്നുള്ളത്. അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവാൻ പോസിബിൾ അല്ലാത്തൊരു സമയത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട നമ്മളൊരു കോൺഫിഡൻസ് ആണ് ഈ സ്യൂഡോ കോൺഫിഡൻസ്. അപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക. ഈ സ്യൂഡോ കോൺഫിഡൻസ് നമ്മൾ എങ്ങനെയെങ്കിലും ബിൽഡ് ചെയ്തെടുക്കുക. ഏതെങ്കിലും കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന നല്ല കാര്യത്തിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ആ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യാം. സോ ഈ ഒരു പോയിന്റിൽ ഞാൻ ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ഈ യൂട്യൂബിന്റെ കമന്റ് ബോക്സിലേക്ക് മാത്രം നോക്കിയിട്ട് പറയാം കേട്ടോ. ഫിസിക്സ് ആണ് പ്രോബ്ലം, ഇപ്പോഴുള്ളൊരു പേടി റിപ്പീറ്റ് ചെയ്ത ഇയർ പോകുമെന്നാണ്. 450 കിട്ടാനുള്ള വഴിയുണ്ടോ, 500 ഉണ്ടോ, ഫീലിംഗ് ലൈക്ക് ഐ എം 0 ലെവൽ, ഭയങ്കര മോണിക്ക ജോബ് പറഞ്ഞിട്ടുള്ള ലെവൽ, ഫീലിംഗ് ലൈക്ക് ഐ എം 0 ലെവൽ. ഇതൊക്കെ ഭയങ്കര നോർമലായിട്ട് എല്ലാ നീറ്റ് ആസ്പിറൻസിൻ്റെ ഉള്ളിൽ കൂടി പോകും. ഞാൻ 0 ആണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് ഫിസിക്സ് ഒന്നും അറിയില്ല എന്നുള്ള രൂപത്തിലുള്ള സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ അട്ടറായിട്ടുള്ള ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു കമൻറ്റാണ് പറയുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നമ്മളിങ്ങനെ പറയായിരുന്നു, നമ്മൾ ഒരു കുട്ടി പറയാണ് എനിക്ക് ഫിസിക്സ് തീരെ അറിയില്ല, ഫിസിക്സ് ഫുൾ പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ? ഡെഫിനറ്റ്ലി അത് ഭയങ്കര റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എനിക്ക് ബയോളജി ആണ് എനിക്ക് പ്രശ്നം, എനിക്ക് കുറേ നെഗറ്റീവ് അടിക്കുന്നു എന്ന് പോലെയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഫിസിക്സിന്റെ അല്ലെങ്കിൽ കെമിസ്ട്രി എനിക്ക് കുറേ പാർട്ട് ഫസ്റ്റ് ഇയർ അന്ന് ഞാൻ ഫോക്കസ് ഏരിയ ചെയ്തത് കാരണം കെമിസ്ട്രീന്റെ ഫസ്റ്റ് ഇയർ +1 കാര്യങ്ങൾ എനിക്ക് ഈ കാരണോടാ ഫുൾ പ്രശ്നങ്ങളാണ്. അങ്ങനെയാണ് പറയാം. അതിപ്പോൾ വെച്ചാൽ നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും ഇത് ഫുൾ പ്രശ്നമല്ല. ഞാൻ അതിനെ വിളിക്കാന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് രോദനം എന്നാണ് ഞാൻ പറയാം. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഡോക്ടർ ആവാൻ പോകുന്ന ആൾക്കാരാണ്, ഡോക്ടർമാരെ പോലെ പെരുമാറേണ്ട ആൾക്കാരാണ്. നിങ്ങൾ
ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നിങ്ങൾ ആ ഒരു കൈൻഡ് ഓഫ് രോദനങ്ങളൊക്കെ നിർത്തുക. എനിക്ക് ഓർഗാനിക് കെമിസ്ട്രി തീരെ അറിയില്ല, എനിക്ക് റേ ഓപ്റ്റിക്സ് തീരെ അറിയില്ല, അങ്ങനൊന്നും പറയരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എനിക്ക് ഫിസിക്സ് ഫുൾ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ചോദിക്കുകയാണ്, യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിൽ SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അറിയോ? ചോദിച്ചതാണ് ലൈറ്റ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ഏതാണ്, ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ലൈറ്റ് ഇന്റൻസിറ്റിയുടെ ക്യാൻഡല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. അതുപോലെ എന്താ പറയുക, ഒരു ലെൻസിന്റെ പടം കാണിച്ചിട്ട് ഇത് കോൺവെക്സ് ലെൻസ് ആണോ കോൺകേവ് ലെൻസ് ആണോ അത് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്.